സേവാഭാരതി കാഞ്ഞങ്ങാട് വാർഷിക സമ്മേളനം മടിക്കൈ ഏച്ചിക്കാനം വൃന്ദാവനം ബാലസദനം ഹാളിൽ നടന്നു. റിട്ടയർഡ് കേണൽ ദാമോദരൻ പി ഉദ്ഘാടനം നിർവഹിച്ചു. ശൈലി ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴാണ്. അപ്പോൾ നളന്ദ ഞാനവിടെ വന്നപ്പോൾ നളന്ദാന്ന് കണ്ടു. അപ്പോൾ അതേപ്പറ്റി ചെറിയൊരു കാര്യം പറയാം. ഞാനിവിടെ ബീഹാറിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. സഹർസ എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു NCC ബറ്റാലിയൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആഴ്ചയിൽ കോൺഫറൻസിന് വേണ്ടി പട്നയിലേക്ക് പോകണം. അപ്പോൾ പട്നയിൽ പോകാൻ വേണ്ടി അവിടുന്ന് രാവിലെ 6:30 ജനസഭയിൽ കയറുമ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബക്തിയാർപൂർ എന്നുള്ള സ്ഥലമാണ്. ബക്തിയാർ ഖിൽജി ആർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ വലിയൊരു പട്ടണമുണ്ട്. ഈ ഖിൽജിയാണ് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള നളന്ദ സർവകലാശാല അഗ്നിക്കിരയാക്കിയത്. അതിന് പിന്നെ ഒരു ചെറിയ കഥയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഈ ബക്തിയാർ ഖിൽജിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാൻ രാജാവാണല്ലോ. അപ്പോൾ രാജാവിൻ്റെ അസുഖം മാറ്റാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തും അതുപോലെ തന്നെ അടുത്ത രാജ്യമായ നമ്മുടെ അയൽരാജ്യമായ ഇന്ത്യയിലൊക്കെ ഒരുപാട് ഭിഷഗ്വരന്മാരെ അവിടെ തേടി നടന്നു. അപ്പോൾ നടന്നപ്പോഴൊന്നും നല്ല ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭിഷഗ്വരനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷെ ആരോ പറഞ്ഞു നമ്മുടെ ഭാരതത്തിൽ ഒരു സന്യാസിയുണ്ട്, അദ്ദേഹം മഹാപണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹം വന്നിട്ട് നിങ്ങളുടെ അസുഖം മാറ്റിത്തരാമെന്ന് പറഞ്ഞു. സേവാഭാരതി പ്രസിഡന്റ് ഗുരുദത്ത് റാവു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ സംഘചാലക് പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പനത്തടി ഖണ്ഡ്സേവാ പ്രമുഖ് കെ ബാലകൃഷ്ണൻ അടാട്ട്, സേവാഭാരതി സെക്രട്ടറി വി രാധാകൃഷ്ണൻ, ജില്ലാ സേവാ പ്രമുഖ് ബാബു പുല്ലൂർ, ട്രഷറർ അമിത് കുമാർ, സെക്രട്ടറി സുനിൽ ചെമ്പിലോട്ട്, അഭയം വൃന്ദാശ്രമം സെക്രട്ടറി കെ മധു, ബാലകൃഷ്ണൻ KP, ബാലകൃഷ്ണൻ K, ഗണേഷ് റാവു അരയി, ശിവപ്രസാദ് കാഞ്ഞങ്ങാട്, ചക്രപാണി കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. ജില്ലാ സേവാഭാരതി വൈസ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ വൈഭവശ്രീ പദ്ധതിയുടെ വിശദീകരണം നടത്തി. സുഭീഷ് ധനലക്ഷ്മി സ്വാഗതവും പ്രകാശൻ ആനന്ദാശ്രമം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.